ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ജയിൽ നോമിനേഷനകത്ത് അക്ബർ ശക്തമായിട്ട് പ്രതികരിച്ച അനുവിനെതിരെ പ്രതികരിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം അക്ബർ പറയുന്ന അനുവിനെ പറ്റിയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തികെട്ടവളാണ്, എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞ കാര്യങ്ങളാണ്. ബസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ടല്ലോ, അനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ മനഃപൂർവ്വം സമൂഹത്തിൻ്റെ മുമ്പിൽ എന്നെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത കാര്യമാണ്. അതുപോലെ ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ, ഈ ഒരു വിഷയം പുറത്ത് ചർച്ചയായി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് അനു എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട സ്ത്രീയാണ്, അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് സംസാരിക്കുന്ന വൃത്തികെട്ട സ്ത്രീയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്തോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാല് തല്ലി ഓടിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ജയിൽ നോമിനേഷൻ്റെ സമയത്ത്. അപ്പം ഞാൻ ആ സമയത്ത് ലൈവ് കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഡ്രൈവിങ്ങിലും കൂടെ ആയിരുന്നു, വണ്ടിക്കകത്ത്. അപ്പോൾ ലൈവ് കേട്ടോണ്ടാണ് ഞാൻ ഇത്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നില്ല എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് ലൈവ് എനിക്ക് ഫുള്ള് കാണാൻ പറ്റിയില്ല. അപ്പം ഈ ജയിൽ നോമിനേഷൻ്റെ ടൈമിൽ ഞാൻ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചാണ് ഇത് കേട്ടോണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അക്ബർ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. അനു പരസ്യമായിട്ട് മാപ്പ് പറയണം, ജനങ്ങളെ മുമ്പിലും ലാലേട്ടൻ്റെ മുമ്പിലും അതുപോലെ ബിഗ് ബോസിൻ്റെ മുമ്പിലും പരസ്യമായിട്ട് മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. കാരണം എൻ്റെ ഇതെൻ്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ചാണ് അക്ബർ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. പല ആൾക്കാരെയും ഐക്യു വേറെയാണ്, പല ആൾക്കാരെയും തലച്ചോറ് വേറെയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവിടെ ഈ ഒരു പ്രശ്നം, ഈ ഒരു ടാസ്കിനകത്ത് സംഭവിച്ച കാര്യം, ഇത് ടാസ്ക് തുടങ്ങുന്ന സമയത്തല്ല ഇങ്ങനെ സംഭവിച്ചത്, ടാസ്കിന് മുമ്പാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം തന്നെ അനു പറഞ്ഞിട്ടുണ്ട്, ഇത് ടാസ്ക് നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ പറയാം ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് തട്ടിയെന്ന് പറയാം, ഇടിച്ചെന്ന് പറയാം, വയറിനകത്ത് ഇടിക്കുന്നു, വേദന എടുക്കുന്നതൊക്കെയാണ് അനു പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ടാസ്കിന് മുമ്പ് തന്നെ അനു പറഞ്ഞിട്ടുണ്ട്, തട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തട്ടരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്തിനാണ് പോയി തട്ടാൻ പോയത്? പിന്നെ ഈ പുറത്ത് ലൈഫിന്റെ കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന ഈ അക്ബറൊക്കെ എന്തൊക്കെ അവിടെ സംസാരിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയിൽ തന്നെ എത്ര ആൾക്കാർ കണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ കണ്ടതാണ് ലൈവിനകത്ത്. ഈ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയിൽ ഈ ആര്യൻ സാബുമാൻ അതുപോലെ അനുവാണല്ലോ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചത്. അപ്പം ഇവര് ഇരിക്കുന്ന സമയത്ത് അവർ 3 പേരും, ആര്യനും അതുപോലെ അനു ഒരുമിച്ച് ഇരിക്കുന്നു. തൊട്ട് താഴെ ബീൻ ബാഗിനകത്ത് ഈ സാബുമാൻ ഇരിക്കുന്നു. അപ്പം ഈ ആര്യൻ ക്യാപ്റ്റൻസി ടാസ്ക് ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ആര്യൻ ഭയങ്കര രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് ഈ അനുവിനെ ചൊറിഞ്ഞ് ഔട്ടാക്കാനുള്ള പരിപാടിയാണ് പുള്ളിക്കാരൻ ശ്രമിക്കുന്നത്. ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിസിക്കൽ ഇത് പാടില്ല, പക്ഷേ നിങ്ങൾക്ക് സംസാരിച്ച് പ്രൊവോക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരാൾ ഔട്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തത് മുതൽ തന്നെ ആര്യൻ അനുവിനിട്ട് ചൊറിഞ്ഞ് പ്രൊവോക്ക് ചെയ്ത് അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എടുക്കാം, ആ ഗെയിമിന്റെ ഭാഗമായിട്ട് കാണാം. അതൊരു ഓക്കെ, നല്ലൊരു ഗെയിമാണ് ആര്യൻ ഇവിടെ കളിച്ചത്. കാരണം ഒരാളെ പ്രൊവോക്ക് ചെയ്ത് ഔട്ടാക്കുക, സംസാരിച്ച് മാക്സിമം അയാളെ ഇറിറ്റേഷൻ ചെയ്ത് വെറുപ്പിച്ച് ഔട്ടാക്കുന്ന പരിപാടിയാണ്. അതൊക്കെ ഓക്കെ. പക്ഷെ അതിൻ്റെ ഇടയിൽ ആര്യൻ ഈ പറഞ്ഞിട്ടുള്ള ഈ അനുവിൻ്റെ മുഖത്ത് ഊറുന്ന സമയത്ത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഊറുന്ന സമയത്ത് അനു പറയുന്നുണ്ട്, പോയി പല്ല് തേക്കടാ, പല്ല് തേച്ചിട്ട് വാടാന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. കാരണം ഇവന് ഊതുമ്പോഴത്തേക്ക് ആര്യൻ ഊതുമ്പോഴത്തേക്ക് സ്മെല്ല് വരുന്നുണ്ട്. കാരണം പല്ല് തേച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം രാവിലെ ഇവൻ പല്ല് തേക്കാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ളത്. അപ്പം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് ക്യാപ്റ്റൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ ആദിലായിരുന്നല്ലോ. അപ്പോൾ ആദിലെടുത്ത് പറയുന്നുണ്ട്, ഇവൻ മുഖത്ത് ഊതുന്നുണ്ട്, ഭയങ്കര സ്മെല്ല്, പല്ല് തേക്കാത്തവൻ ഊതിയിട്ട് ഭയങ്കര സ്മെല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഊതാതിരി അങ്ങനെയൊക്കെ പറയുന്നിട്ട് വീണ്ടും കേൾക്കുന്നില്ല. എന്നിട്ട് ഊതിക്കൊണ്ട് അടുത്തോട്ട് പോവാണ്, മുഖത്തിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പം അവിടെ ഇരുന്നിട്ട് അപ്പുറത്തെ ബിൻ ബാഗിൽ കിടന്നിട്ട് അക്ബറും അവിടെ ഇരുന്നിട്ട് നെവിനൊക്കെയാണെന്നോ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇവരെ കളിയാക്കിയിട്ടൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പം ഈ ഊതുന്ന കണ്ടിട്ട് അക്ബർ ആര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറച്ചുകൂടെ അടുത്തോട്ട് വരട്ടെ, അടുത്തായിട്ടില്ല,
ഇച്ചുകൂടെ അടുത്തായാലേ ഓക്കെ ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഉമ്മ വെക്കാവുന്ന ഒരു രീതിയിലാണ് അക്ബർ അവിടെ ഒരു സംസാരിച്ച് ഇച്ചുകൂടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നുള്ള രീതിയിൽ. കാരണം ഇത് അനുവിന്റെ ഫേസ് ആണെങ്കിൽ ഇത് ആരിന്റെ ഫേസ്. അപ്പൊ ഇവര് ആരിനിങ്ങനെ ഊതിക്കൊണ്ട് ഇങ്ങനെ അടുത്തോട്ട് പോവാണ്. അപ്പൊ അനു അങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പം അക്ബർ അവിടെ നിന്ന് പറയുവാണ് ഇച്ചിരി കൂടെ അടുത്തോട്ട് വന്നാലേ ഓക്കെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് വെളിയിലോട്ട് വരുന്നതിന് അക്ബറിന് ഒരു കുഴപ്പമില്ല, ലൈഫിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത്രയും മോശം സംസാരങ്ങൾ സംസാരിക്കുന്ന അക്ബറിന് ഇതൊന്നും ഒരു പ്രശ്നമല്ലേ? അപ്പൊ ഈ അനു അങ്ങനെ പറഞ്ഞതാണോ? അനു പറഞ്ഞത് എന്താണ്? അത് വളച്ചൊടിച്ച് ജാക്കി വെക്കുന്നത് പോലെ ആക്കി ബസ്സിനകത്ത്. അനു പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അനു വയറ് തട്ടുന്ന വേദന എടുക്കുന്നതാണ് പറഞ്ഞത്. അത് സംസാരിച്ച് അവിടെയുള്ള പല ആൾക്കാരും പല രീതിയിൽ അതാക്കിയെടുത്തു. അതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഡീഗ്രേഡ് ചെയ്യും. അതാണ് ഈ ഒരു ഗെയിമിന്റെ വേറൊരു വൃത്തികെട്ട വെർഷൻ. ഓരോ കണ്ടസ്റ്റൻസ് അവരെ വൃത്തികെട്ട എക്സ്ട്രീം ലെവൽ എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ആക്കി അവരെ മോശക്കാരിയാക്കാൻ അല്ലെങ്കിൽ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊരു ഗെയിമിന്റെ ഒരു വൃത്തികെട്ട ഒരു നാറിയ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ഇവർ ചെയ്യുന്നത്. കാരണം ഇതിനു മുമ്പും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ അക്ബറിന്റെ അടുത്ത് ഇത് അനു അവിടെ പറയുന്നത് എന്താണ്? എന്റെ വയറ് തട്ടുന്ന വേദന എടുക്കുന്നതാണ് പറയുന്നത്. അത് ബസ്സിൽ ജാക്കി വെക്കുന്ന പോലെ ആക്കി എന്തൊക്കെയാണല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തുവാടെ ഇതൊക്കെ ചീപ്പ് ഗെയിം. സത്യം പറഞ്ഞാൽ ഡർട്ടി ഗെയിമാണ് ഈ സീസണിലെ എല്ലാ ആൾക്കാരും കളിക്കുന്നത്. ഡർട്ടി ഗെയിം എങ്ങനെയെങ്കിലും മോശക്കാരാക്കി ഓരോ ആൾക്കാരെ ഡിഗ്രേഡ് ചെയ്ത് ഇറക്കി വിടുക, അതാണ് വേണ്ടുന്നത്. ഇനി പോട്ട് അനു അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ വിഷയമാക്കി എടുക്കേണ്ട കാര്യം എന്താണ് ഇത്? കാരണം അത്രയ്ക്ക് നോമിനേഷനെ അത്രയ്ക്ക് പൊട്ടിത്തെറിച്ചാണ് അക്ബർ പറയുന്നത്. ഇത് ലാലേട്ടന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സംസാരിക്കണം, ഇത് പരസ്യമായിട്ട് മാപ്പ് പറയണം, അത് പറയണം, ഇത് പറയണം, എന്തോന്ന് തേങ്ങയ്ക്കിടയിൽ മാപ്പ് പറയണം. ഇതിലും വലിയ വിഷയങ്ങൾ, ഇതിലും വലിയ സംസാരങ്ങൾ അവിടെ പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. ഈ നെവിൻ തല തല്ലി പൊളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നാവ് അരിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിച്ചാത്തി എടുത്ത് ഇങ്ങനെ രാവിക്കൊണ്ട്. ഇതിലും വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഞാനും ഇങ്ങനെ പറഞ്ഞെന്നിരിക്കട്ടെ, ഇതിലും വലിയ പ്രസ്താവനകൾ അവിടെ പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. എന്തിനു പറയാൻ, പ്രോഗ്രസീവ് ചിന്താഗതി കൊണ്ട് കിടക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ആദില, നൂറ, ലക്ഷ്മിയൊക്കെ ഇവരൊക്കെ എന്തെങ്കിലും കാര്യത്തിന് പ്രതികരിച്ചിട്ടുണ്ടോ? അടിച്ചണ്ണാക്കിൽ തരുമെന്ന് പറഞ്ഞിട്ട് പോലും ഇവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോടെ? അപ്പം ഇത് അനുവിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇങ്ങനൊരു സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രതികരിക്കാൻ എല്ലാവർക്കും 100 നാവാണ് അല്ലേ. 100 നാവാണ് എല്ലാവർക്കും പ്രതികരിക്കാൻ. നിങ്ങൾ നോക്കിക്കേ, പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് എന്തായാലും വന്നു കഴിഞ്ഞാൽ അവിടെ പ്രതികരിച്ച് അടിച്ചിതാക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരാണ് അവിടെ. നാവ് പോലും മിണ്ടാതിരിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഈ നൂറ ആയിക്കോട്ടെ, ലക്ഷ്മി ആയിക്കോട്ടെ, നാവ് ഒരു കാര്യത്തിനും ഇടപെടാതിരിക്കുന്ന ഈ സാബുവാൻ പോലും ഇങ്ങനെയുള്ള ഈ അനുവിനെ അടിക്കാൻ കിട്ടുന്ന ചാൻസുകൾ ഒഴിവാക്കാറില്ല. കാരണം ഇന്നലെ ലൈവിനകത്ത് ഞാൻ കണ്ടതാണ്, ഈ സാബുവാൻ ഉൾപ്പെടെ ആദില നൂറയുടെ കൂടെ ചേർന്നിട്ട് ഈ സാബുവാൻ ഉൾപ്പെടെ കുറ്റം പറയുന്നത്. കാരണം അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവർ കിച്ചണിൽ നിൽക്കുവാണ്. അപ്പം അനു അവിടെ മാറിപ്പോയിരിക്കുന്നുണ്ട്. അപ്പം ഇവർ സംസാരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ അനുവായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, അനുവിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. അപ്പം ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അനു അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭരണമാണ്. കാരണം മറ്റുള്ളവരുടെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ കുലസ്ത്രീ അതുകൊണ്ട് അവിടെ ഇരിക്കുന്നു, കുലസ്ത്രീ കളി, അമ്മച്ചി കളി എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും മോശമാക്കി കളിയാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഇവരൊരു നമ്മളൊരു ട്രേഡ് മാർക്ക് ഉണ്ടല്ലോ, അത് ഇവർ മനഃപൂർവ്വം ഇട്ട് കൊടുക്കുവാണ്. ഈ അനു എന്നൊരു കണ്ടസ്റ്റന്റിന് മനഃപൂർവ്വം ഒരു ട്രേഡ് മാർക്ക് ഒക്കെ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുലസ്ത്രീ എന്നൊരു 100 വട്ടം ഒരു ദിവസം ഒരാളെ നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും, അത് ജനങ്ങൾ ഏറ്റെടുക്കും. പിന്നെ ആ ഒരു പേരിലെ അവർ ഇടൂ എന്നുള്ളൊരു വിചാരത്തിൽ മാത്രമാണ് ഇങ്ങനെ അനുവിനെ നോക്കി ഏത് സമയം ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നൊക്കെ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കുലസ്ത്രീ നമുക്കറിയാലോ, കുലസ്ത്രീ എന്നുള്ളൊരു പേരിന്റെ വാക്ക് നല്ലൊരു അർത്ഥമുള്ളൊരു വാക്കാണ് കുലസ്ത്രീ. പക്ഷേ അതിൻ്റെ കൂടെ ആർട്ടിഫിഷ്യലൊക്കെ ചേർത്തിട്ടാണ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കി ഇത്രയും എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ബിഗ് ബോസ് സീസൺ 7 ഈ ഒരു സീസണിൽ ഇത്രമാത്രം ഈ പറഞ്ഞിട്ടുള്ളൊരു കാരണം മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഇത്രയും ആക്രമിക്കപ്പെട്ട
അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇത്രയും ബുള്ളിങ് ചെയ്തിട്ടുള്ള ഒരു മത്സരാർത്ഥി ഈ സീസണിനകത്ത് ഇതുവരെ ഇല്ല അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാം കൂടെ അനുവിൻ്റെ മണ്ടയ്ക്കോട്ടാണ് എന്ത് ചെയ്താലും വന്ന് പുള്ളിക്കാരിയുടെ മണ്ടയ്ക്കോട്ടാണ് വന്ന് കയറുന്നത്. അപ്പം എന്തായാലും ഇത് ഇന്നത്തെ ഈ അക്ബർ പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇതിലും വലിയ കാര്യങ്ങൾ ഈ അക്ബർ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഉൾപ്പെടെ പല ആൾക്കാരും അവിടെ പലതും പറഞ്ഞിട്ടുണ്ട് അല്ലേ? പല കാര്യം ഈ നെവിൻ്റെയൊക്കെ വായിന് എന്തൊക്കെയാണ് വീണിട്ടുള്ളത്? ഇതിലും വലിയ കാര്യങ്ങളാണ് അവിടെ വീണിട്ടുള്ളത് അല്ലേ? അപ്പം ഇനി അനു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പം ഇത് അതിൻ്റെ ഒന്നും 7 അയലത്ത് പോലും എത്തുന്ന കാര്യങ്ങളല്ല. അതിലും വലിയ കാര്യങ്ങൾ അവിടെ ആംഗ്യ ഭാഷയിലൂടെ പലരും കാണിക്കുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. വാ കൊണ്ട് ആംഗ്യ ഭാഷയിലൂടെ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ഇന്ന് അക്ബർ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇത് പരസ്യമായിട്ട് മാപ്പ് പറയണം, തേങ്ങ പറയണം, ലാലേട്ടൻ്റെ മുമ്പിൽ മാപ്പ് പറയണം. ഇതുപോലെ കുറെ സ്ത്രീകളുണ്ട് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്, ആണുങ്ങളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സ്ത്രീകളുണ്ട്. ഒരു സ്ത്രീക്ക് ഉണ്ടായ അനുഭവം അല്ലേ പുള്ളിക്കാരി അവിടെ പറഞ്ഞത്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരി ഓൾറെഡി അവിടെ പറഞ്ഞ കാര്യമാണ്. തട്ടരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെന്ന് തട്ടാൻ തന്നെ ആരാണ്? ഒരു ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ പുള്ളിക്കാരിയുടെ ബോഡിയിൽ തട്ടരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമ്മൾ തട്ടുവാണെങ്കിൽ അതിനെന്താണ് അർത്ഥം? അപ്പൊ അത് മോശമല്ലേ? അനുവാദം ഇല്ലാതെ ഒരാളെ ബോഡിയിൽ ചെന്ന് അടിക്കുന്നതും തട്ടുന്നതും പിടിക്കുന്നതും അത് മോശമില്ല. തുടരുത് എന്ന് പറഞ്ഞാൽ തുടരുത്, പിന്നെ അതിനകത്ത് വേറെ സംസാരങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം 2 സംസാരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു നോമിനേഷൻ തുടങ്ങിയ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ പുറത്തായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ ലൈവിലെ കാര്യങ്ങളൊക്കെ ഞാൻ കാണുകയും അതുപോലെ കേൾക്കുകയും, സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ആ സമയത്ത് എനിക്ക് ചൊറിഞ്ഞ കയറി. അപ്പം തന്നെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അപ്പം എടുക്കാഞ്ഞത്. അതുപോലെ സൗണ്ടൊന്നും പുറത്ത് ഭയങ്കര വണ്ടിയുടെ ഒരു സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തിടാഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ വിഷയങ്ങളെല്ലാം ലാലേട്ടൻ ചോദിക്കും. ഫയർ ചെയ്യേണ്ട ആൾക്കാരെ എല്ലാം ഫയർ ചെയ്യും. എന്തായാലും ഈ വീക്കെൻഡ് എപ്പിസോഡും നല്ല അനുകൂലമായിട്ടുള്ള, ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് ടീമും അതുപോലെ ലാലേട്ടനും ചോദിക്കട്ടെ, ജനങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.